എടീ ഒരു ചായ ഇങ്ങടുത്തെ. അതെ, ചായ എടുക്കാനായിട്ട് പഞ്ചസാര വല്ലതും താരം കൊടുക്കണം വെച്ചിട്ടുണ്ടാ? പാല് പോലും ഇല്ല, അതിന്റെ പൈസ കൊടുക്കാത്തോണ്ട് അതും കൊണ്ടുവന്നിട്ടില്ല. തൊഴിലുറപ്പിന് പോണം 300 കൊണ്ട് ഒന്നും നടക്കണില്ല. താൻ ഇങ്ങനെ ചായ എടുത്തോ എന്ന് പറഞ്ഞ് നടന്നോ? നീ പേടിക്കണ്ടീ, നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോ നമ്മളിവിടെ പട്ടിണി കിടക്കേണ്ടി വരുമോ? ശമ്പളം കൂട്ടിയിട്ടുണ്ട്. ശമ്പളം കൂട്ടിയാ? ആർക്കാണ്? ആശാവർക്കർക്കാണോ തൊഴിലുറപ്പാർക്കാ? അതൊന്നും അല്ല, അതൊക്കെ പഴയ ഫാസിസ്റ്റ് രീതി. ഇത് പുതിയ വിപ്ലവകരമായ മാറ്റം. ജയിലിൽ കിടക്കുന്നവരുടെ ശമ്പളം 600 രൂപ കടന്ന് ഡെയിലി 630 രൂപ. എന്ത്? അപ്പൊ പുറത്ത് മര്യാദക്ക് ജീവിച്ച് പണിയെടുക്കണം ഞങ്ങൾക്ക് 300, ജയിലിൽ കിടക്കണവന്മാർക്ക് 600? അതാണ് പിണറായി വിജയൻ സ്റ്റൈൽ. മുന്നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. പുറത്ത് തൊഴിലില്ലായ്മ വേതനം ചോദിച്ച് നടക്കണ്ട, വല്ല പിടിച്ച് പറയാ ബോംബേർ നടത്തിയാൽ മതി. സുഖമായി അകത്തടക്കാം. നല്ല 1-ാം തരം പോഷകാഹാരം, കൂടാതെ മാസം 18,000 ശമ്പളം. വേറെ ചെലവൊന്നുമില്ല. ഞാൻ എന്തായാലും ഒന്ന് ലോക്കൽ കമ്മിറ്റി ഓഫീസിലോട്ട് പോയിട്ട് വരാം. താൻ എന്തിനാ ഇപ്പൊ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് കെട്ടിയെടുക്കുന്നത്? ന്യായീകരണ ക്യാപ്സൂൾ എടുത്ത് വിളമ്പുന്നവർക്ക് വല്ലതും തരാന്ന് പറയണ്ട. അതൊന്നുമല്ല, അവിടെ 2 എണ്ണത്തിന് ഞാൻ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ തല അടിച്ച് പൊടിച്ചിട്ടാണെങ്കിലും ജയിലിൽ പോയി കിടക്കാം. ഞാൻ നോക്കിയിട്ടേ പുറത്ത് ജീവിക്കണേക്കാൾ ലാഭം ഇരട്ടച്ചങ്ങനെ തണലിൽ ജയിലിൽ കഴിയണതാ. പെൻഷനും ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്ന സ്ഥലം ഇന്ന് ഈ കേരളത്തിൽ അത് ജയില് മാത്രമേ ഉള്ളൂ. അത് ശരി, നിങ്ങൾ ജയിലിൽ പോയി കിടന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും? നീ പേടിക്കൊന്നും വേണ്ട, അവിടെ പാർട്ടി കോടതി വഴി നിനക്കൊരു ക്ലീനർ ജോലി ഞാൻ ശരിയാക്കി തരാം. നമുക്ക് 2 പേർക്കും കൂടി ജയിലിൽ കിടന്ന് സമ്പാദിക്കാൻ പോലെ വരും. സുമേ, നവകേരളം ജയിലിനുള്ളിൽ വരും. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം